തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ മഴ കുറഞ്ഞെങ്കിലും പലയിടത്തും വെള്ളക്കെട്ട് എപ്പോഴും രൂക്ഷമാണ്. തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുനെൽവേലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, പറയൂ പ്രതീഷ്. SKN രാവിലെ മുതൽ മഴയ്ക്ക് ശമനമായെങ്കിലും ഈ ദുരിതപ്പെയ്ത്തിനെ തുടർന്നുണ്ടായ മഴക്കെടുതികൾക്ക് ഒട്ടും കുറവില്ല. ഞാൻ നിൽക്കുന്നത് തിരുനെൽവേലി പഴയ ജംഗ്ഷന് സമീപമാണ്. ഈ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും അടക്കം ഉള്ള ഒരു മേഖല കൂടിയാണ്. വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് ഈ മേഖലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പല കടകളും ഒക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. നിരവധി കുടുംബങ്ങളും വലിയ കെട്ടിടങ്ങളും ഓഫീസുകളും അടക്കം അടങ്ങുന്ന ഒരു പ്രദേശമാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് അടക്കം പോകുന്ന ഒരു പാത കൂടിയാണ്. ഇവിടെയെല്ലാം തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ആളുകൾക്ക് അങ്ങോട്ടേക്ക് പോകാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ ബോട്ടുകളിൽ എത്തിച്ച് തിരികെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൂടുതൽ ആളുകൾ ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇവരെയൊക്കെ തന്നെ ഇപ്പൊ രാവിലെ മുതൽ തന്നെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടുകളിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ ഇപ്പോൾ പുറത്ത് എത്തിക്കുകയാണ്. ഇവരുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയ്യിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഓരോ ആളുകളും പുറത്തേക്ക് വരുന്നത്. കാരണം ആരും ഇത്രത്തോളം വെള്ളം ഉള്ളിലേക്ക് കയറുമെന്നോ അല്ലെങ്കിൽ വീടുകൾ മുങ്ങിപ്പോകുമെന്നോ ഒന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പലരും വീടുകളിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വെള്ളം ശക്തിയോടെ ഇരച്ചെത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് പലരെയും വീടുകളിൽ നിന്ന് മാറ്റിയത്. നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന മറ്റൊരു സങ്കടകരമായ കാര്യം, അല്പം മുമ്പ് ഈ വെള്ളക്കെട്ടിൽ നിന്ന് ഒരു മൃതദേഹം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ മൃതദേഹം ആരെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം ഇപ്പോഴും ഈ കരയ്ക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പ്രായമായ 70-80 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളുടെ മൃതദേഹമാണ് അല്പസമയം മുമ്പ് ഈ വെള്ളക്കെട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെയോ മറ്റോ ഈ വെള്ളക്കെട്ടിൽ അകപ്പെട്ടിരിക്കാം എന്നതാണ് പോലീസ് അടക്കം സംശയിക്കുന്നത്. അല്പസമയത്തിനകം ആംബുലൻസ് ഇവിടെ എത്തി അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് ഈ മൃതദേഹം മാറ്റുമെന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം. ഇത്തരത്തിൽ നിരവധി ആളുകളെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ മാത്രം 2 പേരാണ് തിരുനെൽവേലിയിൽ ഈ മഴക്കെടുതിയിൽ മരിച്ചത്. ഒരാൾ വീട് ഇടിഞ്ഞു വീണാണ് മരണം സംഭവിച്ചത്. മറ്റൊന്ന് പ്രായമായ ഒരു സ്ത്രീയാണ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. ഇന്ന് മറ്റൊരു മൃതദേഹം കൂടി തിരുനെൽവേലിയിലെ ജംഗ്ഷനിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് അല്പസമയം മുമ്പ് ഇവിടെ എത്തുകയും മൃതദേഹം കണ്ടെത്തി ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസിനെ അടക്കം വിവരം അറിയിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസുകാർ അടക്കം പറയുന്നത്. വലിയ തരത്തിലുള്ള ഒരു ദുരിതപ്പെയ്ത്തായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളായി തിരുനെൽവേലി തൂത്തുക്കുടി മേഖലയിൽ ഉണ്ടായിരുന്നത്. ഈ ദുരിതപ്പെയ്ത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. സ്വത്തുക്കൾ മറ്റ് സാധനങ്ങളടക്കം നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത്രത്തോളം നേരത്തെ ഒന്നും തന്നെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വെള്ളപ്പൊക്കമാണ് പല മേഖലകളിലും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ദുരിതം ഇരട്ടിയാക്കി എന്നതാണ് നാട്ടുകാർ അടക്കം പറയുന്നത്. ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഉണ്ടായിരുന്നു. കാരണം ഈ പോലീസുകാരും ചുരുക്കം ചില NDRF സംഘങ്ങളും മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആളുകളെയൊക്കെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തെത്തിക്കുന്നതിനും ഈ രക്ഷാപ്രവർത്തനം നടത്തി ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനും ഒക്കെ തന്നെ വലിയ സമയം എടുത്തിരുന്നു. എന്തായാലും നിലവിൽ ഈ അപകട മേഖലകളിലൊന്നും തന്നെ ആരും ഇല്ല. അവരെ എല്ലാം തന്നെ പുറത്തെത്തിച്ചു എന്നുള്ള ഒരു വിശദീകരണമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം നൽകുന്നത്. താഴ്ന്ന മേഖലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. നിലമൊക്കെ എപ്പിടി இருக்கு? இங்கே ஒஸ்ட்டு தாங்க. தண்ணி இன்னும் வடியல, கொஞ்சம் பக்கம் தான் வடிஞ்சிருக்கு. இப்போ கொஞ்சம் கொஞ்சமாக ஒவ்வொருத்தங்களா அவங்களாம் முடிஞ்சதை வெளியே போயிட்டு அவங்க ரிலேட்டிவ் அங்கே இருக்காங்களா அவங்களுக்கு பக்கமாக போயிட்டு இருக்காங்க. நிறைய ஆள் இருக்குங்களா? இங்கே நிறைய பேர் இருக்காங்க. அந்த கோயிலுக்கு அந்த பக்கம் ஃபுல்லாகவே இன்னும் தண்ணி வடிஞ்சல, கொஞ்சம் பக்கம் தான் வடிஞ்சிருக்காங்க. முன்னாடி இந்த மாதிரி எல்லாம் தண்ணி இல்லை, இந்த அளவுக்கு ஃப்ளட்டு வந்தது இல்லை. இதான் ஃபர்ஸ்ட் டைம். இதுக்கு முன்னாடி 1993 வந்தது தான். அதுக்கப்புறம் இப்போ தான் நாங்கள் பார்க்குறோம். எங்கள் ஜென்ரேஷனில் பார்த்ததே இதுதான் இருக்கலே பெரிய ஃப்ளட்டு. SKN കൂടുതൽ ആളുകൾ ഇപ്പോഴും ആ മേഖലകളിൽ ഉണ്ട് എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. അവരെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ മേഖലയിൽ ഇരച്ചെത്തിയ വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ചില മേഖലകളിൽ നിന്നൊക്കെ വെള്ളം താഴേക്ക് ഇറങ്ങിയെങ്കിലും ഈ പ്രദേശത്ത് നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല. ഈ റെയിൽവേ സ്റ്റേഷനിലടക്കം ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ സർവീസുകൾ അടക്കം ഭാഗികമായി നിർത്തലാക്കിയിട്ടുണ്ട്. 5 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൂത്തുക്കുടിയിൽ നിന്നുള്ള വിമാന സർവീസുകളും ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. അത്തരത്തിൽ വലിയ തരത്തിൽ തെക്കൻ തമിഴ്നാട് ജില്ലകളെ ഈ പ്രളയം ദുരിതപ്പെയ്ത്ത് മഴക്കെടുതി ബാധിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. SKN.
ഓക്കെ, എം ജി പ്രതീക്ഷാണ് തിരുനെൽവേലിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.